10 മാസത്തെ മനോഹരമായ ഇൽമിന്റെ പാതയിലൂടെയുള്ള പ്രയാണം. സുബ്ഹാനല്ലാഹ്. നമ്മിൽ നിന്നും പഠനം പൂർത്തിയാക്കാനാവാതെ ഒരുപാട് സഹോദരിമാർ കൊഴിഞ്ഞുപോയി. എന്നാൽ പ്രതിബന്ധങ്ങളെല്ലാം തരണം ചെയ്ത് അള്ളാഹുവിന്റെ മഹത്തായ കലാമിനോട് പൂർണ്ണമായ ഹക്ക് കൊടുക്കാനുള്ള അടങ്ങാത്ത അഭിനിവേശം തന്നെയാണ് നമ്മെ ഈ സന്തോഷ നിമിഷങ്ങളിലേക്ക് എത്തിച്ചേർത്തത്. അതെ, ജസരിയ ഇജാസ നേടിയ ഓരോ സഹോദരിമാരും ഇൽമിന്റെ പ്രകാശത്താൽ തിളങ്ങുന്ന പവിഴമുത്തുകളാണ്. അടങ്ങാത്ത വെമ്പലോടെ പറയാൻ കാത്തുവെച്ച കുറേ കാര്യങ്ങൾ അവർക്കുണ്ടാകും. അവരുടെ പ്രതിനിധികളായി ആദ്യമായി നമ്മോട് സന്തോഷം പങ്കിടാൻ എത്തുന്നു സിസ്റ്റർ നൂർ അൽ നിഹാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, വളരെ സന്തോഷത്തോടെയാണ് സ്വീകരിക്കുന്നത്. അൽഹംദുലില്ലാ, ഒരുപാട് പ്രതീക്ഷയിലും ഒരുപാട് ആഗ്രഹിച്ചിട്ടും കിട്ടിയതാണ്. അൽഹംദുലില്ലാ, ഈ ദീനിന്റെ വഴിയില് ഒരുപാട് സഹോദരിമാരെ കൂടെ അല്ലാഹു തആല തന്നു കിട്ടിയതാണ്. ഞാൻ ഫസ്റ്റായിട്ട് എനിക്കോല് പഠിക്കാൻ വേണ്ടി വന്നത് എൻ്റെ ഫ്രണ്ട് നസീമത്ത് എന്ന ഫ്രണ്ട് ആണ്. അത് പ്രാധാന്യത്തെ കുറിച്ച് അവരാണ് എനിക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ അവരുടെ മുഖേനയാണ് ജസരിയ പഠിക്കാൻ വേണ്ടി ആഗ്രഹിച്ചത്. അപ്പൊ എനിക്ക് ജസരിയ സ്റ്റാർട്ട് ചെയ്യുന്നത് എനിക്കുള്ള ടീച്ചേഴ്സിനെ ആയിരുന്നു. പക്ഷെ ഞാനൊരു ടീച്ചർ അല്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടായിരുന്നില്ല. ഞാൻ ചോദിച്ചു, അപ്പോൾ കിട്ടില്ല, ടീച്ചേഴ്സിനാണ് മുൻഗണന എന്ന് പറഞ്ഞു. ഞാനൊരു കോർഡിനേഷൻ ആയിരുന്നു ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. ജസരിയ എനിക്കുള്ള കിഡ്സ് ബാച്ചിൽ ഓൾറെഡി കോർഡിനേറ്റർ ആയിരുന്നു. അവിടെ നിന്ന് പിന്നെ എനിക്ക് ജസറിയയിലേക്കുള്ള കോർഡിനേഷൻ കിട്ടി. പിന്നെ അവിടെ നിന്ന് 2 ആഴ്ച കോർഡിനേറ്റർ ആയിട്ട് മാത്രമാണ് വർക്ക് ചെയ്തത്. പിന്നെ അവിടെ നിന്നാണ് പിന്നെ നമുക്ക് പഠിക്കാനുള്ള ഒരു ചാൻസ് കിട്ടി. 2 കോർഡിനേറ്റേഴ്സ് ഉണ്ടായിരുന്നത്, സബ് കോർഡിനേറ്റർ ആയിട്ട് മുബഷിറയും ഞാനും. അൽഹംദുലില്ലാ, എനിക്ക് 11 ക്ലാസ്സിൽ കിട്ടി കോർഡിനേഷനായിട്ട്. അവിടെ നിന്ന് 11 ടീച്ചേഴ്സിനെയും കിട്ടി. അവരുടെ അടുത്ത് നിന്ന് ഒരുപാട് എക്സ്പീരിയൻസ്, ആ ക്ലാസ്സുകളിൽ നിന്ന് കിട്ടുന്ന നമ്മൾ കോർഡിനേഷൻ അല്ലാതെ തന്നെ ആ ക്ലാസ്സിൽ നിന്ന് കിട്ടുന്ന ഒരുപാട് അറിവുകൾ, ഓരോ ടീച്ചേഴ്സ്മാരും സ്റ്റുഡൻസിന് കൊടുക്കുന്ന എങ്ങനെയൊക്കെയാണ് പഠിക്കുന്ന ഓരോ ടിപ്സുകൾ, അത് കറക്ഷൻസ്, അതൊക്കെ എനിക്കും വളരെ ഉപകാരപ്പെടുകയാണ് ചെയ്തത്. അതെനിക്ക് എൻ്റെ പഠനം വളരെ എളുപ്പമാക്കുകയാണ് ചെയ്തത്. ആദ്യത്തെ സെക്കൻഡ് മോഡ്യൂൾ വരെ എനിക്ക് പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഒരുപാട് നോട്ട്സും ഒരുപാട് പോയൊക്കെ പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എങ്ങനെ എന്നെ കൊണ്ട് പറ്റുമോ ഇല്ലയോ എന്നുള്ള മനസ്സിൽ ഭയങ്കര ഒരു പരിഭ്രാന്തിയാണ് ഉണ്ടായത്. പിന്നെ സെക്കൻഡ് മോഡ്യൂൾ കഴിഞ്ഞപ്പോഴാണ് ഒരു ഈസി ആയിട്ട് തോന്നിയത്. എങ്ങനെയൊക്കെ പഠിക്കണം, എങ്ങനെയൊക്കെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളൊരു ഐഡിയ കിട്ടിയത്. പിന്നെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു മുഅല്ലിമിനെ, ആയിഷ ഷഹല മുഅല്ലിമയായിരുന്നു, നല്ലൊരു മുഅല്ലിമിനെയും കിട്ടി. നമ്മളുടെ ഒരു ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത്. അതാണ് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെട്ടിട്ടുള്ളത്. അൽഹംദുലില്ലാ, എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് ഇസ്ലാമികമായ പഠനം ചെറുപ്പത്തിലെ മദ്രസയൊക്കെ പഠിക്കാൻ വളരെ മടിയായിരുന്നു, പേടിയായിരുന്നു. അതൊന്നും എനിക്ക് പറ്റില്ല, തജ്വീദ് തന്നെ എനിക്ക് പറ്റില്ല എന്നുള്ളൊരു രീതിയിൽ അങ്ങനത്തത് ഞാൻ ഇവിടം വരെ എത്തപ്പെട്ടു. അൽഹംദുലില്ലാ, എനിക്കിപ്പോ ഈ ജസരിയ തജ്വീദിൽ കയറി ഒരു വീട്ടില് വളരെ എന്താ പറയാ, പുറത്തേക്കൊന്നും വിടാതെ ഒരു വളരെ നിയന്ത്രണമായിട്ടുള്ള ഒരു ജീവിതമായിരുന്നു എൻ്റെത് കല്യാണം കഴിഞ്ഞിട്ട്. അതായത് ഒരാളെ പുറത്ത് കാണുന്നതിലും പുറത്തേക്ക് ഇറങ്ങുന്നതിലും ഒരുപാട് കാര്യങ്ങളൊക്കെ തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അതിനിടയിൽ ഇങ്ങനൊരു രംഗത്തേക്ക് എത്തപ്പെടാൻ കഴിഞ്ഞു. പണ്ടൊക്കെ ഹസ്ബൻഡും മോനും ഒക്കെ ആയിട്ട്, മോൻ ഓൾറെഡി ഹിഫ്ലാണ്. അപ്പൊ അവരൊക്കെ യാത്രയിൽ പോകുമ്പോൾ അവരൊക്കെ ഇങ്ങനെ ഖുർആൻ ഓതും. ഹസ്ബൻഡ് നല്ല ഈണത്തിൽ ഖുർആൻ ഓതും. പിന്നെ മോൻ ഹിഫ്ലായോണ്ട് യാത്ര പോകുമ്പോൾ ഖുർആൻ ഓതുമായിരുന്നു. അപ്പൊ അവിടെയൊക്കെ ഞാൻ തല കുമ്പിട്ടിട്ടാണ് നിൽക്കല്. കാരണം
അവരെ പോകാനുള്ള ഒരു ബുദ്ധിമുട്ട്, ഒരു ഒരു എന്താ പറയാ, നമുക്കതിലേക്ക് എത്തപ്പെടാൻ കഴിയുന്നില്ല. അങ്ങനെയൊക്കെ ഞാൻ തന്നെ സ്വയം ആലോചിച്ചു, പടച്ചോനെ എങ്ങനെയാണ് നമുക്ക് ഇവിടേക്ക് എത്താൻ കഴിയുക, എങ്ങനെ എനിക്ക് ഇവരൊപ്പം ചേരാൻ കഴിയുക. അങ്ങനെ ഒരുപാട് ഒരുപാട് ഇങ്ങനെ ഇവര് കേൾക്കുക മാത്രമാണ് ഞാൻ ചെയ്തിരുന്നത്. ഇപ്പൊ അൽഹംദുലില്ലാ, ഇപ്പൊ അവർക്ക് എന്റെ മുമ്പിൽ ഓതാൻ ഇപ്പൊ അവർക്കൊരു ബുദ്ധിമുട്ട് ഞാൻ കറക്ഷൻ കൊടുക്കുന്നുണ്ട്. അൽഹംദുലില്ലാ. ഈ ഈ ഒരു വേദിയില് എല്ലാ സ്തുതിയും അള്ളാഹുവിനാണ്. പിന്നെ പ്രിയപ്പെട്ട ഷഹീന മാം, സുലേഖ മാം, അവരുടെയൊക്കെ ഒരുപാട് നല്ല നല്ല രീതിയിലുള്ള ക്ലാസ്സുകള്, പിന്നെ ഷഹീന മാം, നൂറ മാം, അവർ മുഖേനയുള്ള ഈ ജസരിയയിലേക്ക് എത്താൻ പറ്റിയ എല്ലാത്തിനും അൽഹംദുലില്ലാ. ജസാക്കുമുല്ലാഹ് ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ ജസാക്കല്ലാഹ് ഖൈർ സിസ്റ്റർ. അൽഹംദുലില്ലാ. അടുത്തതായി നമ്മോട് ഷെയർ ചെയ്യാൻ എത്തുന്നത് ജാക്കിയ ബിൻത് ഹസൻ. വെൽക്കം സിസ്റ്റർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അൽഹംദുലില്ലാഹില്ലദീ ബിനിഅമതിഹി തത്തിമു സ്വാലിഹാത്ത്. വളരെയധികം സന്തോഷമുള്ള ഒരു നിമിഷമാണ്. അപ്പൊ എങ്ങനെ ഷെയർ ചെയ്യണമെന്ന് അറിയുന്നില്ല. വളരെ സന്തോഷം. അൽഹംദുലില്ലാ, അള്ളാന്റെ ഫദ്ല് കൊണ്ട് ഇവിടെ എത്താൻ പറ്റിയതില് ഭയങ്കര ഒരു ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ ഇവിടെ എന്താ പറയാ, ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ജേർണി വിത്ത് NQ ടീം, അങ്ങനെ പറയാം. അത്ര സന്തോഷമുള്ള ഒരു വളരെ ഭംഗിയുള്ള ഒരു യാത്രയായിരുന്നു ഈ ഒരു ജസരിയ കോഴ്സ് എന്നെ സംബന്ധിച്ച്. വളരെയധികം എന്താ പറയാ, ഒരു സർട്ടിഫിക്കറ്റ് ഇജാസ എന്നതിലുപരി കുറെ അറിവുകളും കുറെ അദബുകളും മാനേഴ്സുകളും ടീച്ചേഴ്സ് എങ്ങനെ പെരുമാറണം എന്നുള്ളതും അങ്ങനത്തെ പല കാര്യങ്ങളും പഠിക്കാൻ പറ്റി. ഒരു കോർഡിനേഷൻ, നൂറ മാമിന്റെ ഈ ഒരു ലേഡീസ് ഈ ഒരു എന്താ പറയാ, ഇങ്ങനെ ഒരു കോർഡിനേഷനും അതിലൂടെ മുഅല്ലിമമാരുടെ, ഞാൻ റഹ്മത്ത് സൂഫി ഉസ്താദിന്റെ മജ്ലിസിലുള്ള ഒരു സ്റ്റുഡന്റ് ആണ്. അപ്പം ഉസ്താദിന്റെ ആ പെരുമാറ്റവും ഒരു പേടിയില്ലാതെ നമുക്ക് എന്തും ചോദിക്കാനും പറയാനും കഴിയുന്ന ഒരു സിറ്റുവേഷനും, പിന്നെ ഈ ലൈവ് ക്ലാസ്സസ് ഒക്കെ വളരെ എൻജോയ് ചെയ്തു. വളരെ നല്ല രീതിയിലായിരുന്നു അതൊക്കെ ഉണ്ടായിരുന്നത്. വെയിറ്റ് ചെയ്യലായിരുന്നു ലൈവ് ക്ലാസ് ഒക്കെ വരാൻ വേണ്ടിയിട്ട്. മാഷാ അല്ലാഹ്, നമ്മളെ ഡൗട്ട്സ് ഒക്കെ വളരെ നല്ല രീതിയിലാണ് ടീച്ചേഴ്സ് ഒക്കെ തീർത്തു തന്നത്. വിശാലമായ ഒരു ലോകത്തെത്തിയ പോലെയാണ് ഫീൽ ചെയ്തത്. കാരണം ഇവിടെ കോഴിക്കോടാണ്, ഇവിടെ ഒരു അൽമനാർ ഖുർആൻ സ്റ്റഡി സെന്റർ എന്നുള്ള സ്ഥാപനത്തിലെ ഒരു ടീച്ചർ ആയതാണ്. നമ്മളൊരു 3 ടീച്ചേഴ്സാണ് ഇവിടെ വന്നത് ഇജാസ എടുക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ ഫ്രണ്ട്സ് റൂഹി, സബിത, ഞാൻ, നമ്മൾ 3 ആളാണ് ഇവിടെ വന്നത്. നമ്മളെ ടീച്ചറിന്റെ പെട്ടെന്നുള്ള ഒരു മരണം, മനാസ് ടീച്ചറിന്റെ ഒരു അഭാവം, അതായത് അതാണ് നമ്മളെ ഇങ്ങോട്ട് എത്തിച്ചത്. ടീച്ചർ ഹാഫിളായിരുന്നു. ഇജാസ ഡോക്ടർ ഐമൻ റഷീദ് സുവൈദിന്റെ സ്റ്റുഡന്റായ മൈസൂൻ അഹമ്മദിന്റെ അടുത്തുനിന്ന് ഇജാസുള്ള ടീച്ചറായിരുന്നു. അവരുടെ അപ്രതീക്ഷിത മരണം നമ്മൾ ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്ത് നമ്മൾക്ക് അവിടെ ഒരു നേതൃത്വം ഏറ്റെടുക്കേണ്ടി വന്നു. അപ്പം ഇജാസൊക്കെ നമ്മളൊരു ഹിഫ്ല് പഠിപ്പിക്കുന്ന ടീച്ചർ എന്നുള്ള രീതിയിൽ നമുക്ക് ഇജാസൊക്കെ ആവശ്യമായി വന്ന് ഹിഫ്ല് പഠിക്കുന്നതും നമ്മൾ സ്റ്റുഡന്റുമാണ് അവിടുത്തെ, അപ്പോൾ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊരു ആവശ്യമായി തോന്നി. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ അതൊരു വിശാലമായ ലോകത്തേക്ക് എത്തിയ പോലെയാണ് ഫീൽ ചെയ്തത്. കാരണം കുറെ ടീച്ചേഴ്സ് ഇജാസ അല്ല, അത് കുറെ ഡിഫറെന്റ് സനദിൽ നിന്നും ഇജാസ നേടിയ ടീച്ചേഴ്സ്. അപ്പൊ അത് ഡിഫറെന്റ് സനദിൽ റിസൈറ്റ് ചെയ്യാൻ പറ്റുന്ന രീതികളൊക്കെ, ഡിഫറെന്റ് ആയിട്ടുള്ള രീതികളൊക്കെ, അങ്ങനത്തെ വിശാലമായ ഒരു അറിവിലേക്കാണ് എത്തിപ്പെട്ടത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മുടെ ഡൗട്ട്സ് ഒക്കെ വളരെ നല്ല രീതിയിലാണ് ക്ലിയർ ചെയ്യപ്പെട്ടത് ടീച്ചേഴ്സിന്റെ ഭാഗത്തുനിന്നും. അതേപോലെ നമ്മൾ വല്യമ്മന്നെ ഈ പോയം പഠിക്കാനൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്തു. കാരണം നമ്മളെ ക്ലാസ് റൂമിലൊക്കെ നല്ല നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. അവരുടെ കൂടെ പ്രേയേഴ്സ് ഒക്കെ ആക്കി തന്നിട്ട് വളരെ നല്ല രീതിയിലായിരുന്നു അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ശരിക്കും എൻജോയ് ചെയ്തു എന്ന് തന്നെ പറയാം. അത്ര നല്ല ക്ലാസ് ആയിരുന്നു. ശരിക്കും മിസ്സിംഗ് ആണ് അത് തീരുമ്പോൾ. വളരെയധികം ഒരു വിഷമമാണ് ഉള്ളത്. പിന്നെ അതുകൊണ്ട് തന്നെ നമ്മള് തുഫത്തുൽ അത്ഫാൽ എന്നുള്ള കോഴ്സിലും കൂടി ചേർന്നിട്ടുണ്ട് എനിക്ക് ടീമിന്റെ കൂടെ. അൽഹംദുലില്ലാ. വളരെ സന്തോഷം ഈ ഒരു അവസരത്തിൽ കൂടുതൽ പറയാൻ ഒരു വാക്കുകളില്ലാത്ത പോലെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബാറക്കല്ലാഹു ഫീക്കും. ജസാക്കല്ലാഹു ഖൈറൻ കതീറ. അൽഹംദുലില്ലാ. ആമീൻ ആമീൻ വഇയ്യാക്കി. അൽഹംദുലില്ലാ. ജസാക്കല്ലാഹു ഖൈർ സിസ്റ്റർ.
അടുത്തതായി നമ്മൾ ക്ഷണിക്കുന്നത് സമീറ അനീസ്, ഫാത്തിമത്തുൽ വാസിഫ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി യാ റബ്ബൽ ആലമീൻ. ഒരുപാട് സന്തോഷം ഇന്നിങ്ങനെ ഒരു സദസ്സിലിരിക്കുമ്പം. കാരണം ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമെന്ന്. ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യേണ്ടി വന്നപ്പം പലപ്പോഴും ഇത് ഡ്രോപ്പ് ചെയ്താലോ എന്നൊരു ആലോചിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളൊരാഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ അത് ഇൻഷാ അല്ലാഹ് എന്തായാലും അല്ലാഹു തആല നമുക്ക് അതിനൊരു വഴി കാണിച്ചു തരുന്നുള്ളൊരു എക്സാമ്പിളായിട്ട് നമുക്ക് ലൈഫിൽ തന്നെ തോന്നിയ ഒരു നിമിഷമായിരുന്നു ഈ ഒരു കോഴ്സിന്റെ കംപ്ലീഷൻ എന്ന് പറഞ്ഞാല്. ശരിക്കും തജ്വീദ് പഠിക്കാൻ തുടങ്ങിയപ്പം ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് നൂറാനി ഖായിദയിലായിരുന്നു. അപ്പൊ നൂറാനി ഖായിദ പഠിച്ചപ്പോൾ വിചാരിച്ചു തജ്വീദ് പഠിച്ചു കഴിഞ്ഞു, ഇനി നല്ല രീതിയിൽ ഖുർആൻ ഓതാൻ പറ്റും എന്നുള്ളത്. ഇനി ഇതിൽ കൂടുതലൊന്നും പഠിക്കാനില്ലെന്നൊരു തോന്നൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് അഡ്വാൻസ്ഡ് കോഴ്സിനെ പറ്റിയിട്ട് അറിയാൻ പറ്റിയത്. അങ്ങനെ അതിൽ ജോയിൻ ചെയ്തപ്പം അത് കംപ്ലീറ്റ് ആക്കിയപ്പോൾ വിചാരിച്ചു അൽഹംദുലില്ലാഹ് തജ്വീദ് മൊത്തം പഠിച്ചു കഴിഞ്ഞു, ഇനി ഇതിലേക്കാളും വലിയൊരു തജ്വീദിന്റെ ഒരു കോഴ്സ് ഇനി വരാനില്ലെന്ന്. പിന്നെയാണ് ജസരിയ പരിചയപ്പെടുന്നത്. അങ്ങനെ ജസരിയയിൽ കയറി ഇപ്പൊ അൽഹംദുലില്ലാഹ് ജസരിയ കഴിഞ്ഞു. ഇപ്പൊ മനസ്സിലായി, ജസരിയയിൽ കയറിയപ്പോഴാണ് മനസ്സിലായത് ജസരിയ ജസ്റ്റ് ഒരു ശാഖ മാത്രമാണ്. ഇനിയും ഇതുപോലെ ഒരുപാട് ഖിറാഅത്തിന്റെ ശാഖകൾ നമുക്ക് പഠിക്കാനുണ്ടെന്ന്. അപ്പൊ നമ്മൾ ഓരോ കോഴ്സ് പഠിക്കുമ്പോഴും നമുക്ക് അല്ലാഹു തആല പുതിയ പുതിയ വഴി തുറന്നു തരുന്നുള്ളത് സത്യമായ ഒരു കാര്യമാണ്. അൽഹംദുലില്ലാഹ്. പലപ്പോഴും എന്താ പറയാ, ചെറിയ മോളുള്ളത് കാരണം അതിന്റെ പ്രയാസം കാരണവും പിന്നെ ഒരു ജോയിന്റ് ഫാമിലിയിൽ താമസിക്കുന്നതിന്റെ ബുദ്ധിമുട്ടൊക്കെ കാരണം പലപ്പോഴും വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇത് പൂർത്തിയാക്കാൻ പറ്റുമോ ഇല്ലേന്ന്. പക്ഷെ അൽഹംദുലില്ലാഹ് അല്ലാഹു തആലാന്റെ ഒരു കാരുണ്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം ശരിക്കും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിയായി ആഗ്രഹിച്ച് അള്ളാഹിനോട് ദുആ ചെയ്താൽ ഇൻഷാ അല്ലാഹ് എന്തായാലും നമുക്ക് അള്ളാഹ് അതിനൊരു വഴി കാണിച്ചു തരും എന്നുള്ളത് നമുക്ക് ഈ ഒരു അനുഭവത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റി. അൽഹംദുലില്ലാഹ്. പിന്നെ അതേപോലെ തന്നെ നല്ല ടീച്ചേഴ്സിനെ കിട്ടി, ഒരുപാട് അറിവുള്ള എന്താ പറയാ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു തരാൻ തയ്യാറായിട്ട് നമ്മൾ എന്ത് ഡൗട്ട് ചോദിച്ചാലും ഒരു മടിയും ഇല്ലാതെ നമുക്ക് അതിനെ പറ്റി അവർക്ക് അറിയില്ലെങ്കിൽ അവരത് അന്വേഷിച്ചിട്ട് പറഞ്ഞു തരും. അൽഹംദുലില്ലാഹ്. അപ്പൊ അതൊക്കെ വലിയൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. അൽഹംദുലില്ലാഹ്. ഇനിയും ഇതിനേക്കാൾ കൂടുതൽ പഠിക്കാനും ഇനി ഇത് പഠിച്ച കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാനും അല്ലാഹു തആല എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അൽഹംദുലില്ലാഹ്. ജസാക്കല്ലാഹ് ഖൈർ. ആമീൻ. ജസാക്കല്ലാഹു ഖൈർ. അൽഹംദുലില്ലാഹ്. അടുത്തതായി സ്വാഗതം ചെയ്യുന്നു സിസ്റ്റർ സമീറ അനീസ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നഹ്മദുഹു വനസല്ലി അലാ റസൂലിൽ കരീം. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. السلام عليكم ورحمة الله وبركاته. അൽഹംദുലില്ലാഹ്. നമ്മള് നൂറ് ഖുർആൻ അക്കാദമിയുടെ ജസരിയ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സിന്റെ ഫസ്റ്റ് ബാച്ച് അതിന്റെ ഗ്രാജുവേഷൻ സെറമണി എന്ന വളരെ പ്രഷ്യസ് ആയിട്ടുള്ള നിമിഷത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു എക്സ്പീരിയൻസ് ഷെയറിംഗ് എന്നോളം പറയുകയാണെങ്കിൽ ഞാൻ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ഫോർത്ത് ബാച്ചിൽ ബേസിക് ആൻഡ് അഡ്വാൻസ് തജ്വീദ് കോഴ്സിന് ഇജാസ കിട്ടിയിട്ടുണ്ടായിരുന്നു. അൽഹംദുലില്ലാഹ്. അതിനുശേഷം എനിക്ക് 6ലെ 2 ക്ലാസ് റൂം ഉണ്ടായിരുന്നു, മുഴുവനായിട്ട് വർക്ക് ചെയ്യാൻ സാധിച്ചു. അപ്പൊ ആ ഒരു നിമിഷങ്ങളിലൊക്കെ തജ്വീദിനെ പറ്റി ഒരു ഇത്തിരി ആണെങ്കിലും കുറച്ചൊക്കെ അറിയാം എന്നുള്ളൊരു മട്ടും ഭാവത്തിലൊക്കെ ആയിരുന്നു. അപ്പം ഇൻ ബിറ്റ്വീൻ ആണ് നൂറ മാം എനിക്കുള്ള എല്ലാ ടീച്ചേഴ്സും ജസരിയ പഠിച്ചെടുക്കണം എന്നുള്ളത് നിർബന്ധമാക്കി. ആസ് എ പാർട്ട് ഓഫ് ദാറ്റ് ജസരിയ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് ഇംപ്ലിമെന്റ് ചെയ്തു. അങ്ങനെ അതിന്റെ ഫസ്റ്റ് ബാച്ചിൽ തന്നെ ഒരു സ്റ്റുഡന്റ് ആകുവാൻ അൽഹംദുലില്ലാഹ് സാധിച്ചു. നൂറൽ നെഹാർ എൻ്റെ ഒരു ഫ്രണ്ട് ആൻഡ് സിസ്റ്റർ, അതുപോലെ ഐഷ ഷഹദ, അതേ മാമിന്റെ സ്റ്റുഡന്റ് ആണ് ഞാനും. ഐഷ ഷഹദ മജ്ലിസിലായിരുന്നു. മാമിനെ പറ്റി പറയുകയാണെങ്കിൽ മാം ഭയങ്കര സോഫ്റ്റ് സ്പോക്കൺ ആണ്, വളരെ ഡൗൺ ടു എർത്ത് ആണ് ആൻഡ് വാട്ട് നോട്ട്. അത്രയ്ക്കും മാമിന്റെ അടുത്ത് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. ജസാക്കല്ലാഹ് ഖൈറൻ മാം. നമ്മൾ തിയറി സെഷൻസിലേക്ക് കടന്നു വരികയാണ്. ഷറഹ് ഫൈലി സ്റ്റാർട്ടഡ് ഫ്രം അംബാരിക മാം എൻ്റെ സുലൈഖ മാലിമ. ഇത്രയും എക്സ്പേർട്ട് ആയിട്ടുള്ള ടീച്ചേഴ്സിന്റെ കീഴിൽ പഠിക്കാൻ പറ്റുക എന്നുള്ളൊരു അവസരം, അത് റബ്ബ് സുബ്ഹാനഹു വ തആല അടുത്ത് എത്രത്തോളം നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഇത്രയും അവസരം ഒരുക്കി തന്ന നൂറ മാം, ഷാഹിന മാം, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ടീം ഓരോ നിമിഷവും ദുആയിലുണ്ട്. ഓരോ ഉയർച്ചയിലേക്കും അല്ലാഹു ഓരോ നന്മകളും പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പിന്നെ
നമ്മള് തിലാവ കറക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ചോളം ഞാൻ ഈ തജ്വീദ് അറിയാവുന്നുള്ളൊരു മട്ടിലാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഓരോ കറക്ഷൻ കിട്ടുമ്പോഴും നമ്മൾ ഒന്നുമല്ലാത്ത അവസ്ഥയിലായി പോകുന്ന ഒരു ഇതിലായി. കാരണം നമ്മൾ ചിന്തിക്കാത്ത തലങ്ങളിലേക്കാണ് ഓരോ കറക്ഷനും ഒരു ശൂന്യമായി പോകുന്ന അവസ്ഥ. പിന്നീട് അങ്ങോട്ട് കറക്ഷൻ കൊടുക്കാൻ ഭയങ്കര പേടിയാണ് സ്റ്റുഡൻസിന്. പക്ഷേ ഇത് പഠിച്ചെടുത്ത് കഴിഞ്ഞാലുള്ള ആ ഒരു നേട്ടത്തെ പറ്റി ചിന്തിച്ചപ്പോൾ അത് ആ ഒരു ലെവൽ ഓഫ് കോൺഫിഡൻസ് എന്നുള്ളത് ഇറ്റ് വിൽ ബി വെരി ഡിഫറെന്റ് എന്ന് എനിക്കൊരു ബോധ്യമുണ്ടായി. അൽഹംദുലില്ലാ. അപ്പം അതിനുവേണ്ടി ഒരുപാട് പരിശ്രമിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ. പിന്നെ ഈ 109 വരികളുള്ള ഈ ബൈത്ത് മനപ്പാഠമാക്കുക എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ അതിനെപ്പറ്റി ഒരു വേവലാതി ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. കാരണം നമ്മുടെ NQലെ ഓരോ കോഴ്സും JTTയും അതുപോലെ തന്നെ വെൽ സ്ട്രക്ചേർഡ് ആയിരുന്നു. തിലാവ, പ്രാക്ടിക്കൽ, ആ ഒരു ഷെറഹ്, മസ്ൻ ബൈഹാട്ടി ചെയ്ത് പോവുക, ആ ഒരു സിസ്റ്റവുമായിട്ട് ഇടുക്കി ചേർന്ന് പോയപ്പോൾ അത് ഭയങ്കര ഈസി ആയി എന്നുള്ളത് തന്നെ പറയാം. കാരണം ഷെറഹ് അലോങ് വിത്ത് ആ ഒരു മസ്ൻ എന്നുള്ളത് ആഡഡ് മോർ ബ്യൂട്ടി ടു ദ വേ ഓഫ് ലേണിംഗ്. പിന്നെ എക്സാംസ് ആ ഒരു ഫ്രം ദ ബിഗിനിങ് ടു ദ എൻഡ് ഒരു മൊത്തം ഒരു എക്സാം ആദ്യമായിട്ടാണ് NQല് അറ്റൻഡ് ചെയ്യുന്നത്. ഫുൾ ത്രൂ ഔട്ട് മൊത്തം പഠിക്കണം. അപ്പൊ ഈ ഒരു മൊഡ്യൂൾ എക്സാംസ് ഒക്കെ അതിന് വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കൂടുതലും ഈ സെൻട്രൽ ബോർഡിലായിരിക്കുമല്ലോ ഈ പോയിന്റ് വൈസ് റൈറ്റിംഗ് ഒക്കെ. അപ്പൊ ഇവിടെയും അത് തന്നെയാണ്, പ്രിസൈസ് റൈറ്റിംഗ് ആണ്. മോർ ടു തിങ്ക് ലെസ് ടു റൈറ്റ്. അപ്പൊ അതുമായിട്ടൊക്കെ കുറച്ചുകൂടെ ഒന്ന് ഇതിൽ ചേർന്നു. ഇല്ല പിന്നെ ഓറൽ എക്സാം ആണെങ്കിൽ ശരിക്കും നമ്മൾ ബൈത്തൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്ന ആ ഒരു ചാൻസസ് അത് ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് എന്ന രീതിയിൽ ഒരുപാട് യൂസ്ഫുൾ ആയിരുന്നു. പിന്നെ ബാക്ക് ടു സിസ്റ്റേഴ്സിനോടും മറ്റു സിസ്റ്റേഴ്സിനോടും പറയാനുള്ളത്, നമ്മൾ മറ്റു കോഴ്സിനെ പോലെ അല്ല, തീർച്ചയായിട്ടും ജസരിയ എന്നുള്ളത് കുറച്ചുകൂടെ ഒരു സീരിയസ്നെസ് കൊടുക്കേണ്ട ഒരു കോഴ്സ് തന്നെയാണ്. അതൊരു വസ്തുതയാണ്. പിന്നെ നമ്മൾ ഇന്നത്തെ കാലത്ത് യു ഹാവ് ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് അറൗണ്ട് us. നമ്മുടെ ഫിംഗർ ടിപ്പിൽ വീട്ടിലിരുന്നുകൊണ്ട് ഏത് കോഴ്സ് എവിടെ വേണേലും പഠിക്കാം. സോ എസ്പെഷ്യലി ടു മൾട്ടിപ്പിൾ കോഴ്സ് ചെയ്യുന്നവരോട് ഈ ജസരിയക്കകത്ത് പഠിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ നമ്മളിപ്പോ സൈഡായിട്ട് ഒരു സൂത്രത്തിൽ അങ്ങനെ ജസരിയ നേടിയെടുക്കാമെന്ന് വിചാരിച്ചാൽ അത് നടക്കില്ല. കാരണം നമ്മള് നടക്കില്ല എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യുന്നവരുമുണ്ട്. നടക്കും, ഇൻഷാ അല്ലാഹ് പോസിബിൾ ആണ്. അത് ഇൻക്ലൂഡിങ് മൈസെൽഫ്. ഞാൻ അറബിക്കിൽ ചെയ്യുന്നുണ്ട്. നമ്മൾ കുറച്ചുകൂടെ ഒരു എക്സ്ട്രാ എഫേർട്ട് ഇടണം. നമ്മൾ ചിലപ്പോൾ അപ്പോഴൊന്ന് പതറിപ്പോകും, സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. പക്ഷെ പതറിപ്പോകരുത്, തളർന്നു പോകരുത്. നല്ല സ്ട്രോങ് ആയിട്ട് ദുആ ചെയ്ത് മുന്നേറുക. നമ്മൾ ഏത് ചെറിയ കാര്യമായിക്കോട്ടെ വലിയ കാര്യമായിക്കോട്ടെ അല്ലാഹുവിന്റെ അടുത്ത് അത്രയും ദുആ ചെയ്താൽ അത്രയും നമുക്ക് നേട്ടം എടുക്കാൻ സാധിക്കും ഇൻഷാ അല്ലാഹ്. പിന്നെ ഞാൻ മത്തിന് എല്ലാം ബൈഹാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എന്റെ മുഴലും എനിക്കൊരു നസീഹ തന്നു, ഐഷ ഷൈല മാം. നമ്മൾ എത്രത്തോളം അറിവുണ്ടായാലും നമ്മുടെ അദബില് അത് ഒരു വ്യത്യാസമില്ലെങ്കിൽ നമ്മൾ ഈ നേടിയെടുക്കുന്ന ഇൽമിനെ കൊണ്ട് എന്ത് നേട്ടമാണ് സിസ്റ്റേഴ്സ്. അതായത് നമ്മൾ ഈ എടുക്കുന്ന ഓരോ നോളജും ഞാൻ പറഞ്ഞത് നമ്മുടെ ക്യാരക്ടറിലൂടെ മറ്റുള്ളവരിലേക്ക് അത് കാണിച്ചു കൊടുക്കണം. നമ്മളുടെ നോളജിന്റെ പവർ അത് ഭയങ്കര ടച്ചിങ് ആയിരുന്നു, സ്ട്രൈക്കിംഗ് ആയിരുന്നു. പിന്നെ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് ഞാൻ നിർത്തുന്നു. ഇമാം എന്താണ് പറഞ്ഞത്? ഓരോ ചെറിയ കറക്ഷനും നമുക്ക് കൂടുതൽ പഠിക്കാനുള്ള കാര്യങ്ങളാണ്. അതിനൊരു എൻഡില്ല. നമ്മുടെ അവസാന ശ്വാസം വരെയും നമ്മൾ തുടർന്നു കൊണ്ടുപോകണം പഠിക്കലും അതുപോലെ പഠിപ്പിച്ചു കൊടുക്കലും വിത്ത് പ്യുവർ നിയത്ത്. ആ ഒരു നിയത്തോടു കൂടി ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واخر دعوانا الحمد لله رب العالمين والسلام على المرسلين. السلام عليكم ورحمه الله وبركاته.